ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മേഘ ചന്ദ്രൻ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, അച്ഛാ എനിക്ക് പേടിയാവുന്ന അച്ഛാ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താ മോളെ? മഹീന്ദ്രൻ അച്ഛൻ എനിക്കെതിരായി കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുക. ഞാൻ ലക്ഷ്മി അമ്മയെ പറ്റിച്ച് സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ എഴുതി വാങ്ങിയെന്ന് പറഞ്ഞ് കോടതിയിലൊരു കേസ് ഫയൽ ചെയ്തിരിക്കുക. എന്താ അച്ഛാ ഇനി ചെയ്യുക? നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമ്മൾ സ്റ്റേറ്റ്സിലെ തന്നെ നമ്പർ 1 ലോയറായ അദ്ദേഹത്തെ തന്നെ നിനക്ക് വേണ്ടി കേസ് വാദിക്കാൻ ഞാൻ കൊണ്ടുവരും. മഹീന്ദ്രന് ഒരിക്കലും ഈ കേസിൽ നിന്നെ ജയിക്കാനാവില്ല. അതുകൊണ്ട് അതോർത്ത് മോള് വലുതായിട്ട് വിഷമിക്കൊന്നും വേണ്ട. മേഘ വിഷമത്തോടെ പറയാണ്, മഹീന്ദ്രൻ അച്ഛനെയും ലക്ഷ്മി അമ്മയും നേരിൽ കാണുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു അച്ഛാ, വല്ലാത്ത കുറ്റബോധവും തോന്നുന്നു. മഹീന്ദ്രനും ലക്ഷ്മിയും അവിടെ ഉള്ളിടത്തോളം കാലം അത് അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ വേണമെങ്കിൽ അവരെ രണ്ടുപേരെയും ആ ഔട്ട് ഹൗസിൽ നിന്നും ഒഴിപ്പിക്കാം. അതൊന്നും വേണ്ടച്ച, അവരെന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. മോളെ, മഹീന്ദ്രൻ അച്ഛനെയും ലക്ഷ്മിയെയും നീ അത്ര നിസ്സാരമായിട്ട് കാണണ്ട. അവരവിടെ ഉള്ളിടത്തോളം കാലം നിനക്ക് തലവേദന ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവരെ അവിടെ നിന്ന് പുറത്താക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. തൽക്കാലം അങ്ങനെയൊന്നും ചെയ്യണ്ടച്ച. ആയാലും ഇനി കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. ശരി മോളെ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ. മേഘ, നീ എന്തായാലും വിഷമിക്കാതിരിക്കുക. ഒരുപക്ഷെ മഹീന്ദ്രനും ലക്ഷ്മിയും നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവരെ അവിടെ നിന്ന് ഞാൻ വിരട്ടി ഓടിച്ചിരിക്കും. ശരി അച്ഛാ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് പറയാം. ശരി മോളെ. മുത്തശ്ശി ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് ന്യൂസ് പേപ്പറൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേഘ കോഫിയുമായിട്ട് വന്നിട്ട്, മുത്തശ്ശി, എന്താ മോളെ, ഇതാ കോഫി. താ മോളെ, ഇവിടെ വന്നിരിക്കുക. മുത്തശ്ശി സൂക്ഷിച്ച്. മുത്തശ്ശിയും മോളും പിന്നെ നല്ല സന്തോഷത്തിലായി. എന്നിട്ട് പറയാണ് മുത്തശ്ശി, ഇപ്പോഴാ മുത്തശ്ശിക്ക് നല്ല സമാധാനമായത്. അങ്ങനെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ മഹീന്ദ്രനെയും ലക്ഷ്മിയെയും നീ ഈ വീട്ടിൽ നിന്നും പുറത്താക്കി. അതുപോലെ തന്നെ അവരുടെ സ്വത്തുക്കളെല്ലാം നീ നിന്റെ പേരിലേക്ക് മാറ്റി എഴുതുകയും ചെയ്തു. പക്ഷേ ഇനിയാണ് നീ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. പരിക്കേറ്റ ആന വാശി തീർക്കാൻ തിരികെ വരുന്നത് പോലെ മഹീന്ദ്രനും നിന്നോട് പകരം ചോദിക്കാൻ വരും. നീ വളരെ സൂക്ഷിക്കണം മോളെ. ശരി മുത്തശ്ശി. അപ്പോഴാണ് കൊറിയറുമായിട്ട് ഒരാൾ വന്നത്. മാഡം, ഒരു കൊറിയറുണ്ട്. മേഘ ചോദിക്കുകയാണ്, കൊറിയറോ? ആർക്ക്? മേഘ എന്ന പേരിലാ. മേഘ ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? കോടതി നിന്നാ മാഡം. സൈൻ ചെയ്യും മാഡം. ഇങ്ങ് തരൂ. ഇതാ മാഡം. താങ്ക് യു മാഡം. ആദിയോടെ ചോദിക്കുകയാണ്, എന്താ മോളെ? അത് കോടതിയിൽ നിന്ന് വന്ന സമൻസാ മുത്തശ്ശി. മഹീന്ദ്രൻ അച്ഛൻ എൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മി അമ്മയെ ഭീഷണിപ്പെടുത്തി കബളിപ്പിച്ച് എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിൽ എഴുതി വാങ്ങിയെന്ന് പറഞ്ഞ്. അയ്യോ മോളെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അത് ഒരു നല്ല വക്കീലിനെ ഏൽപ്പിച്ചാൽ ഈ കേസ് നിസ്സാരമായിട്ട് അദ്ദേഹം ജയിപ്പിച്ചോളും. മഹീന്ദ്രനും ലക്ഷ്മിയും ഇവിടെ ഉള്ളിടത്തോളം കാലം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവരെ രണ്ടുപേരെയും ആദ്യം ഇവിടെ നിന്നും അടിച്ച് പുറത്താക്ക്. എന്നാലേ നിനക്ക് സമാധാനമായിരിക്കാൻ പറ്റുമോ? ആദ്യം മിടുക്കനായ ഒരു ലോയറെ കണ്ട് ഈ കേസൊന്ന് ഇല്ലാതാക്കാൻ നോക്ക്. അതേസമയം മഹീന്ദ്രനും ലക്ഷ്മിയും ചന്ദ്രികയുടെ വീട്ടിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. മഹീന്ദ്രൻ അവിടെ ഒരു മൂലയിലിരുന്ന് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടാണ്. ലക്ഷ്മി ദോശ ഉണ്ടാക്കുകയാണ്. ലക്ഷ്മി ഉണ്ടാക്കിയ ദോശയും ചായയുമായി മഹീന്ദ്രൻ്റെ മുമ്പിൽ വന്ന് കൊടുക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രനച്ഛൻ അയച്ച ഗുണ്ടകൾ വന്നിട്ട് പറയാണ്, എടാ പോയി കതകിൽ തട്ടടാ. മഹീന്ദ്രൻ കേട്ടിട്ട് പറയാണ്, ലക്ഷ്മി, ആരോ വാതിലിന് മുട്ടുന്നു, പോയി ആരാണെന്ന് നോക്ക്. ലക്ഷ്മി പുറത്തു വന്ന് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങൾ? മഹീന്ദ്രൻ അകത്തുണ്ടോ? അകത്തുണ്ടല്ലോ. നിങ്ങളൊക്കെ ആരാന്നാ പറഞ്ഞേ? പുറത്തേക്ക് വരാൻ പറ. കഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെന്തിനാ അദ്ദേഹത്തെ കാണുന്നേ? ആദ്യം അത് പറയും. രണ്ടുപേരും ഈ വീടൊഴിഞ്ഞ് ഇപ്പം തന്നെ പുറത്തു പോകണം. മഹീന്ദ്രൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ തമാശ കളിക്കാണോ? നിങ്ങളുടെ ഇഷ്ടത്തിന് വന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, ഞങ്ങളെന്തിനാ ഈ വീട് വിട്ട് ഇറങ്ങുന്നേ? ലക്ഷ്മി മഹീന്ദ്രൻ വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയാണ്, നിങ്ങളെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് വേഗം പുറത്തു പോയാൽ നല്ലത്. ഇല്ലെങ്കിൽ ചാവിട്ടിക്കൂട്ടി നിങ്ങളുടെ സാധനങ്ങളും നിങ്ങളെയും എടുത്ത് പുറത്തെറിയും. മഹീന്ദ്രൻ, എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. എന്നോട് വീട് വിട്ടു പോകാൻ പറയാൻ നിങ്ങളാരാടാ? ആരാ ഇങ്ങോട്ടേക്ക് അയച്ചത്? ഒരുത്തൻ പറയാണ്, അതൊന്നും നിങ്ങളറിയേണ്ട കാര്യമല്ല. പോയി സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് കളയി. എന്നിട്ട് ഇയാളെയും ഇവരെയും പിടിച്ച് പുറത്ത് കളയി. ഡോറ് ലോക്ക് ചെയ്യ്, വേഗമാകട്ടെ. അപ്പം മഹീന്ദ്രൻ, പറ്റില്ല. വാടാ. പറ്റില്ല. എൻ്റെ വീട്ടിൽ കയറാൻ നിങ്ങളൊക്കെ ആരാടാ? ഇങ്ങോട്ട് മാറി നിൽക്കടോ. ലക്ഷ്മി അതിൻ്റെ ഇടയിൽ പോയിട്ട് പറയാണ്,
തന്നെ അവർ മഹേന്ദ്രനെ തള്ളി പുറത്തിട്ടു. അപ്പോൾ ലക്ഷ്മി ഏട്ടാ ഏട്ടാ എന്ത് പറ്റിയേട്ടാ എന്ന് പറയാണ്. അപ്പോഴേക്കും അവർ അകത്ത് കയറി എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് എറിയാണ്. അവരുടെ സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് എടുത്ത് പുറത്തെറിയാണ്. വേഗമാവട്ടെ വേഗമാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഏയ് പുറത്തിറങ്ങടാ വലിച്ചെറിയാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ്, ഏയ് എന്തൊക്കെയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങളെല്ലാം പുറത്തേക്കെറിയുന്നത്? അവിടെ തൂക്കിയിട്ടിരുന്ന ഫോട്ടോസും ക്ലോക്കും ഒക്കെ എടുത്ത് പുറത്തേക്കെറിയാണ്. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? മോറി നിൽക്കടോ അങ്ങോട്ട്, തന്നോടല്ലേ പറയുന്നത്? മുഴുവൻ സാധനങ്ങളും അവർ എടുത്ത് പുറത്തെറിയാണ്. അപ്പോഴേക്കും ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയാണ്, ഏട്ടാ ഏട്ടാ എന്താണ് ഈ ചെയ്യുന്നത്? ഇതിലൊരുത്തൻ പറയാണ്, ദേ നോക്ക്, നിങ്ങൾ സ്വമേധയാ ഇറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് നല്ലത്, എങ്കിൽ കയ്യും കാലും ഒടിച്ച് പുറത്തിടും. ഏയ് എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു എന്നത് മനസ്സിലാവുന്നില്ലേ? നടക്കട അങ്ങോട്ട് എന്ന് പറഞ്ഞ് മഹേന്ദ്രനെയും ലക്ഷ്മിയെയും വലിച്ചുകൊണ്ട് അവർ പോവാണ്. മര്യാദയ്ക്ക് നിങ്ങളോട് പറഞ്ഞതല്ലേ സ്വയം ഒഴിഞ്ഞു പോവാൻ. അപ്പോഴേക്കും ലക്ഷ്മി പറയാണ്, വിടടാ വിടടാ ഏയ് വിടടാ, നിങ്ങളോടല്ലേ പറഞ്ഞത് പുറത്തേക്ക് പോകാൻ. അപ്പോൾ വീട്ടിൻ്റെ മുൻവശത്ത് നിന്ന് എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഗുണ്ടകൾ അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോവാണ്. വാസുവും മുത്തശ്ശിയൊക്കെ സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് നനച്ചിരിക്കാതെ ഒരാളുടെ തലയ്ക്ക് അടികിട്ടിയത്. എല്ലാവരും ഷോക്കടിച്ചതുപോലെ ഞെട്ടിത്തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് എല്ലാവരും തിരിഞ്ഞു നോക്കിയ സമയത്ത് കാണുന്നത് ഇരുമ്പ് വടിയുമായി നിൽക്കുന്ന ചന്ദ്രികയെ. മാലതി മുത്തശ്ശി അത് കണ്ടിട്ട് എന്ന് പറയാണ്. അപ്പോൾ ലക്ഷ്മിക്കും മഹേന്ദ്രൻ സാറിനും സന്തോഷം തോന്നി. അവർ പറയാണ്, ഹായ് ചന്ദ്രിക. അടിച്ച ആ വടി അവിടെ നിലത്ത് കുത്തി. എന്നിട്ട് എല്ലാവരെയും മാറി മാറി നോക്കുകയാണ്. അത് കണ്ട് മഹേന്ദ്രൻ സാറിന് സന്തോഷമായി. അവർ പിന്നെ വിളിക്കാണ്, ചന്ദ്രികയെ ചന്ദ്രികയെ മോളെ ചന്ദ്രികയെ. അപ്പോൾ വാസു പറയാണ് മാലതി മുത്തശ്ശിയോട്, ചന്ദ്രികയോ? അയ്യോ ചന്ദ്രികയോ? തല്ലിക്കൊല്ലടാ അവളെ, വാടാ വാ. പിന്നെ ചന്ദ്രികയുടെ ഒരു ഫൈറ്റിങ് തന്നെയായിരുന്നു അവിടെ. എല്ലാത്തിനെയും അടിച്ച് നിലത്തിട്ടു. അപ്പോൾ അത് കണ്ട് അത് കണ്ട് മഹേന്ദ്രൻ സാറും ലക്ഷ്മിക്കും സന്തോഷം തോന്നി. പിന്നെ ചന്ദ്രിക പോയി അമ്മേ എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മലരും മുത്തശ്ശ എന്ന് വിളിച്ചു പോയി മഹേന്ദ്രൻ സാറിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. നമ്മളെ മലർ അവിടെ കൂടി നിന്ന് അവർ 4 പേരും സ്നേഹം പങ്കിടുകയാണ്. ഓടാ പിടിക്കടാ അവളെ എന്ന് പറഞ്ഞ് 4 പേരും ഗുണ്ടകളും എണീറ്റ് അവർക്ക് ചുറ്റും നിൽക്കുകയാണ്. പെട്ടെന്നാവട്ടെ എല്ലാത്തിനെയും ഒതുക്കാം. അവർ ഒരു വടിയെടുത്ത് ചുറ്റും നടക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയാണ്, അമ്മേ കുറച്ച് പുറകോട്ട് മാറി നിൽക്കും. അച്ഛനോടും പറയാണ് പുറകോട്ട് നിൽക്കണം. ചന്ദ്രിക പിന്നെ അവർ 4 പേരുടെയും ഇടയിൽ സെൻട്രൽ വന്നിട്ട് ആ നേരത്തെ വടിയെടുത്തിട്ട് കാലുകൊണ്ട് ചവിട്ടി മേലേക്ക് എടുത്തിട്ട് അത് ചുറ്റുകയാണ്. പിന്നെ വടിയുമായി അവർ 4 പേരും ചന്ദ്രികയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. 4 പേരുടെ വടിയും ചന്ദ്രിക ഒറ്റയ്ക്ക് ഒരു വടി കൊണ്ട് തള്ളി നിർത്തുകയാണ്. ചന്ദ്രികയുടെ ആ ഒരു വടി വെച്ച് 4 പേരെയും തള്ളി താഴെയിട്ടു. എല്ലാം വേദനയോടെ താഴേക്ക് വീണു. അത് കണ്ട് നമ്മളെ വാസു ഇങ്ങോട്ട് നിന്ന് നോക്കി ചിരിക്കുകയാണ്. ഓരോന്നും എണീട്ട് വരുന്നതിനനുസരിച്ച് ചന്ദ്രിക അവരെ ഓരോരുത്തരെയായി അടിച്ചൊതുക്കി താഴെയിടുകയാണ്. പിന്നെ ചന്ദ്രിക അവർ 4 പേരെയും ഫൈറ്റിംഗ് ചെയ്ത് ഓടിച്ചു. കണ്ട് മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ചന്ദ്രികയെ മോളെ എന്ന് പറഞ്ഞ് ലക്ഷ്മി അവളെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ സാറും പറയാണ്, ചന്ദ്രികയെ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മോളെ നമ്മൾക്ക് സമാധാനമായത്. ഞാനിപ്പം വന്നില്ലേ, ഇനി നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. പിന്നെ ചന്ദ്രിക പറയാണ്, വരണം സാർ, ലേക്ക് പോകാം, വാ അമ്മേ. ഒക്കെ കണ്ട് മാലതി മുത്തശ്ശി വാസുവിനോട് പറയാണ്, ഒറ്റയ്ക്ക് നിന്ന് 4 പേരെ ഓടിച്ചു കളഞ്ഞില്ല ചന്ദ്രിക. വാസു പറയാണ്, ഞങ്ങളും ഇവളെ ഒരു സാധാരണ പെണ്ണായിട്ടാണ് കണ്ടത്, പക്ഷേ ഇവൾ ഒരു ഭയങ്കരി തന്നെയാണല്ലോ. 4 പേരും സന്തോഷത്തോടെ അവിടെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ കാണിക്കുന്നത് ജാനകിയാണ്. ജാനകിയോട് അടുത്ത് വന്ന് വാസു പറയാണ്, പോയി എല്ലാം പോയി. ജാനകി ജാനകി എന്താ ഏട്ടാ? ജാനകി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ ഏട്ടാ എന്തിനിങ്ങനെ പരിഭവിക്കുന്നേ? അയ്യോ നമ്മളെ വീട്ടിലേക്ക് ആര് വരണ്ട എന്ന് വിചാരിച്ചോ അവൾ തിരിച്ചു വന്നു. ജാനകി ആരാ ഏട്ടാ? അയ്യോ അവൾ തന്നെ, ആ ചന്ദ്രിക. ചന്ദ്രിക വന്നെന്നോ? എന്താ ഏട്ടാ ഈ പറയുന്നേ? അവളിനി ഇങ്ങോട്ടൊന്നും വരില്ലല്ലോ. പക്ഷേ വന്നല്ലോ. ഇപ്പോൾ വന്നിരിക്കുന്ന ചന്ദ്രിക പഴയതുപോലെ പാവപ്പെട്ട ചന്ദ്രികയൊന്നുമല്ല, ഇപ്പം ഭയങ്കരിയാണ് ജാനകി. രവീന്ദ്രനെ അടിച്ച് പുറത്താക്കാൻ വന്ന ഗുണ്ടകളെ അടിച്ചോടിച്ചു അവൾ. എന്താ ഏട്ടാ ഈ പറയുന്നേ? അവളെന്തിനാ ഏട്ടാ ഇവിടെ വന്നത്? മഹേന്ദ്രനെയും ലക്ഷ്മിയെയും മേഘ വീട്ടിൽ നിന്നും പുറത്താക്കിയില്ലേ? അറിഞ്ഞിട്ടുണ്ടാവും, അവരെ കാണാൻ വേണ്ടിയായിരിക്കും ഇപ്പോൾ അവൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ജാനകി മനസ്സിൽ ചിന്തിക്കുകയാണ്, ചന്ദ്രിക തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടുകൂടിയായിരിക്കും വന്നിട്ടുണ്ടാവുക. സിദ്ധാർത്ഥിനെ എങ്ങനെ വിവാഹം കഴിക്കണം എന്നുള്ള തീരുമാനവും അവൾ എടുത്തിരിക്കും. അവളെ വീണ്ടും എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും അടിച്ചു പുറത്താക്കണം.
മാലതി മുത്തശ്ശി മേഘയുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് പറയാണ്, മേഘ മേഘ, മഹേന്ദ്രനെയും ലക്ഷ്മിയെയും ഹൗസിൽ നിന്നും പുറത്താക്കാൻ നീയാണോ ആളുകളെ അയച്ചത്? ഇല്ലോ മുത്തശ്ശി, ഞാൻ ആരെയും അയച്ചിട്ടില്ല. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, നീ അയക്കാതെ പിന്നെ വേറെ ആരയക്കാനാ? 4-5 ഗുണ്ടകൾ വന്ന് മഹേന്ദ്രനോടും ലക്ഷ്മിയോടും അവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞ് അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തെറിഞ്ഞു. അവരുടെ സാധനങ്ങൾ മുഴുവൻ എടുത്ത് പുറത്തിട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് മേഘ കാര്യങ്ങൾ അറിയുന്നത്. അയ്യോ, ആരാ അവര്? അപ്പോൾ മഹേന്ദ്രൻ അച്ഛനും ലക്ഷ്മി അമ്മയും അവർ രണ്ടുപേരും ഇപ്പോൾ എവിടെയാ ഉള്ളത്? അവർക്കൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? അവർക്കൊന്നും പറ്റിയില്ല. അതിനിടയിൽ അവൾ വന്നല്ലോ. ആര് മുത്തശ്ശി? മഹേന്ദ്രനും ലക്ഷ്മിക്കും എന്തെങ്കിലും പറ്റിയാൽ ഉടനെ തന്നെ ഓടിക്കൊണ്ട് വരില്ലേ അവരുടെ രക്തം? ചന്ദ്രിക, അവൾ വന്നെന്ന്. മേഘ അപ്പോഴേക്കും വല്ലാതായി. എന്താ മുത്തശ്ശി പറയുന്നേ? ചന്ദ്രിക വന്നെന്നോ? അതേ മേഘ, ചന്ദ്രികയ അവിടെ പ്രശ്നമുണ്ടാക്കിയ റൗഡികളെ അടിച്ചോടിച്ചത്. എന്തൊക്കെയാ മുത്തശ്ശി ഈ പറയുന്നേ? അതേ മേഘ, ഞാനിപ്പോൾ പുറത്ത് നടക്കുന്നതെല്ലാം കണ്ടിട്ടാ അകത്തേക്ക് വന്നത്. അപ്പോഴാണ് മുത്തശ്ശൻ വന്നിട്ട് വിളിക്കുന്നത്, മേഘ. മേഘ, മുത്തശ്ശൻ ദേഷ്യത്തോടെ വിളിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയാണ്, ഇതെന്താ മേഘ, നിന്റെ മുത്തശ്ശൻ നിന്നെ വിളിക്കുന്നേ? ഇതിനാണെന്നറിയില്ല. വരൂ, നമുക്ക് എന്താണെന്ന് പോയി ചോദിക്കാം. മുത്തശ്ശ, വായുടെ മുത്തശ്ശ. മുത്തശ്ശൻ പിന്നെ മേഘയുടെ കൈയും പിടിച്ച് വലിച്ചു പോവുകയാണ്. അവരുടെ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് മേഘയോട് മുത്തശ്ശൻ ചോദിക്കുകയാണ്, ഏയ് മേഘ, നീ എന്താ കരുതിയത്? മകളെ പോലെ ആ വീട്ടിൽ താമസിപ്പിച്ചതിന് ഇവരെ ഗുണ്ടകളെ കൊണ്ട് തല്ലി പുറത്താക്കാൻ നോക്കി. മഹേന്ദ്രനെയും ലക്ഷ്മിയെയും ഹൗസിൽ നിന്നും അടിച്ചു പുറത്താക്കാൻ നീ എന്തിനാ ആളെ അയച്ചത്? അപ്പോഴേക്കും വാസു ജാനകിയെയും വീൽചെയറിലാക്കിയിട്ട് അവിടെ എത്തി. മുത്തശ്ശിയും എത്തി. എല്ലാവരും അവിടെ എത്തി. പിന്നെ വിഷമത്തോടെ പറയാണ്, അയ്യോ ഇല്ല മുത്തശ്ശ, ഞാൻ ആരെയും അയച്ചിട്ടില്ല. നീയല്ലാതെ വേറെ ആരാ അയക്കാൻ? നോക്ക്, ഇതോടെ ഇതെല്ലാം അവസാനിപ്പിച്ചോ. ഇനി മേലിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല. മനസ്സിൽ ചിന്തിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രൻ അച്ഛനായിരിക്കും അയച്ചത്. ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛനോട് അപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാക്കരുത് എന്ന്? എന്തിനായിരിക്കും അച്ഛൻ അയച്ചത്? മഹേന്ദ്രൻ അച്ഛൻ വന്നിട്ട് മേഘയോട് പറയാണ്, മേഘ, നിന്നോട് ഞങ്ങൾ എന്ത് ദ്രോഹാടി ചെയ്തത്? എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? അപ്പോൾ മഹേന്ദ്രൻ അച്ഛൻ പറയാണ്, നീ ഒരിക്കലും നന്നാവില്ല. എന്നെ സ്നേഹിച്ചു വളർത്തിയ ഞങ്ങളെ ആളെ വിട്ട് തല്ലുന്നോ? മഹേന്ദ്രൻ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മുതൽ ഈ നിൽക്കുന്ന സ്ഥലം വരെ എല്ലാം ഞാൻ അധ്വാനിച്ച് സമ്പാദിച്ചതാ. ഞങ്ങളെ സ്വന്തം വീട്ടിൽ നിന്നും പുറത്താക്കിയതും പോരാഞ്ഞ് ഹൗസിൽ നിന്നും അടിച്ചോടിക്കാൻ നോക്കുകയാണോ? ഓക്കെ, ഉറപ്പായും നിനക്ക് ശരിയായ ശിക്ഷ തന്നെ കിട്ടും. ലക്ഷ്മിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നീ ചെയ്തതൊക്കെ സഹിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എങ്കിൽ നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പറഞ്ഞേക്കാം. മേഘയ്ക്കും ആ കാര്യത്തിൽ സങ്കടം തോന്നി. കാര്യം മേഘ പറഞ്ഞിരുന്നു ചന്ദ്രൻ അച്ഛനോട് ഇതൊന്നും ഇപ്പോൾ വേണ്ട എന്നുള്ള കാര്യം. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി ചന്ദ്രിക പറയാണ്, അമ്മയെ കബളിപ്പിച്ച് സ്വത്തെല്ലാം എഴുതി വാങ്ങി ഒരു മകളും തന്നെ വളർത്തിയവരോട് ഒരിക്കലും ഈ ചതി ചെയ്യില്ല. അപ്പോഴാണ് ശബ്ദമുയർത്തി ജാനകി വിളിക്കുന്നത്, ഏയ് ചന്ദ്രികേ, നീ ഈ വീട്ടിലെ ജോലിക്കാരിയാണെന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. എന്താടി നോക്കുന്നേ? ഇറങ്ങിപ്പോകുന്നുണ്ടോ ഇല്ലയോ? ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ചന്ദ്രികയെ പിടിച്ച് ജാനകി തള്ളുകയാണ്. അപ്പോൾ ശബ്ദമുയർത്തി മഹേന്ദ്രൻ സാർ വിളിക്കുകയാണ്, ജാനകി, അവരുടെ മേലാ നീ കൈവെക്കുന്നത് എന്നറിയാമോ? നന്നായിട്ടറിയാം ചേട്ടാ. ഒരു ജോലിക്കാരിയാ. ഇവൾ ജോലിക്കാരിയല്ല, ഞങ്ങളുടെ മകളാണ്. ഇത് കേട്ട് മേഘയാണ് ആദ്യം ഷോക്കടിച്ചത്. അതിനുശേഷം ബാക്കിയുള്ള എല്ലാവരും പരസ്പരം നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് എപ്പോഴും ചെയ്യാം. പിന്നെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.